ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള അതിരടിയുടെ ടൈറ്റിൽ ടീസർ ഇന്ന് റിലീസായി. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ അനിരുദ്ധനാണ്. ഈ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, പിന്നെ ബേസിൽ ജോസഫ്. ടീസർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഭവ വികാസങ്ങൾ അത് തന്നെയാണ് ഇതിൻ്റെ തീമായിട്ട് വരാൻ പോകുന്നത്. നമുക്കറിയാം, ടൊവിനോ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഓൾറെഡി ഹാൻഡിൽ ചെയ്ത ആളാണ്. മെച്യൂരിറ്റിയോടെ പല കഥാപാത്രങ്ങളും പുള്ളി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. തല്ലുമാലയിലെ റോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. മാസ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും എല്ലാം പുള്ളി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് വിനീത് ശ്രീനിവാസൻ്റെ കാര്യം. വിനീത് ശ്രീനിവാസൻ ഇവർ രണ്ടുപേരുടെയിലും ഒരു മീഡിയേറ്റർ പോലെ, അല്ലെങ്കിൽ ഒരു രണ്ടുപേരെയും ഒന്ന് ബന്ധിപ്പിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് മിക്കവാറും വരാൻ സാധ്യത. പുള്ളി സംവിധാനത്തിൽ ഇപ്പോൾ ഒരു തോൽവിയാണെങ്കിൽ പോലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ പുള്ളി നമ്മളെ പ്രതീക്ഷകളേക്കാൾ മേലെ നിൽക്കും. അത് ഉണ്ണി അസോസിയേറ്റ്സ് എന്നുള്ള സിനിമ മാത്രം കണ്ടാൽ മതി, നമുക്കറിയാം പുള്ളിയുടെ റേഞ്ച് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മേലെയാണ്. ആ ഒറ്റ സിനിമ അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് ബേസിൽ ജോസഫിൻ്റെ കാര്യമാണ്. പലരും പറയണത് പൊന്മാൻ കണ്ട ശേഷം പുള്ളിക്ക് വേറൊരു താരപരിവേഷം അല്ലെങ്കിൽ വേറൊരു ഹീറോയിസം കൊണ്ടുവരാൻ പറ്റിയെന്നൊക്കെയാണ്. ബട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്യാങ് ലീഡർ എന്നുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഹാൻഡിൽ ചെയ്യാൻ, അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേറിയുള്ള ഒരു പൊസിഷൻ തന്നെയാണത്. അത് ബേസിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആ ലുക്കും ഒരു പ്രത്യേകിച്ച് മേക്കോറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ മരണമാസം എന്നുള്ള സിനിമയിൽ പുള്ളിയുടെ ഫേസ് വെച്ചിട്ടാണ് ആ സിനിമ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹീറോയിസോ കാര്യങ്ങളോ അതിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും മിക്കവാറും ഈ സിനിമയും. ഇതൊരു കോമഡി ത്രില്ലർ, ആ കോമഡി ബേസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ബേസിൽ കറക്റ്റ് കാസ്റ്റാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയാണെന്ന് വിചാരിച്ച് എന്നാൽ ഒരു റോൾ ചെയ്തേക്കാം എന്ന രീതിയിൽ പുള്ളി ഇത് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്ക് ഇത് തെറ്റിപ്പോയി. എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം പുള്ളിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ആ ഒരു കുട്ടിത്തമോ അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയോ ഇപ്പോഴും ബേസിൻ്റെ ആക്ടിങ്ങിൽ വന്നിട്ടില്ല. പൊന്മാനിൽ പുള്ളി ഒരു അതിജീവിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ റോളാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അത് നിലനിൽപ്പോ എന്നാൽ പോലും അതിലൊരു ഗ്യാങ്ങിനെ പുള്ളി ലീഡ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫഹദിൻ്റെ ആവേശം എന്നുള്ള സിനിമയിൽ ബേസിൽ ജോസഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ സിനിമ ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെയായിരിക്കും ഇത് മിക്കവാറും ഒരിക്കലും ഒരു കോമഡി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. മിക്കവാറും ബേസിൽ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല ഫൈറ്റ് ചെയ്യാൻ ഉൾപ്പെടെ. ഇപ്പോൾ പൊന്മാനിലാണെങ്കിലും ഒരു ക്ലിയർ ഫൈറ്റ് പുള്ളി ചെയ്യുന്നില്ല. പുള്ളിക്ക് അങ്ങനെ പുള്ളിക്ക് പറ്റില്ല, പുള്ളിയുടെ ശരീരം അതിനെ വഴങ്ങുന്നില്ല. അത് തന്നെയാണ് സത്യം. അത് പുള്ളി കണ്ടവന്ന് ചെയ്യുവാണെങ്കിൽ ഓക്കെ, സിനിമ വിജയിക്കാം. ഇപ്പോൾ ഈ ടീസറിൽ തന്നെ ബേസിൽ ജോസഫ് ബിയർ ബോട്ടിൽ പൊട്ടിക്കുന്നൊരു സീനുണ്ട്. പൊതുവേ ഇപ്പോൾ ഒരു ക്ലീശ ആയിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണത്, എല്ലാ സിനിമയിലും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുമായിരുന്നു. നമുക്കൊരു വില്ലൻ അല്ലെങ്കിൽ നമുക്കൊരു ഹീറോയിസമോ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ലീഡർ എന്നുള്ളൊരു ഫീൽ കൊണ്ടുവരണമെങ്കിൽ ഇത് മാത്രമാണോ കാര്യം? ബിയർ ബോട്ടിൽ പൊടിച്ച് കഴിഞ്ഞാൽ ഗ്യാങ് ലീഡർ ആവും? പുള്ളിയുടെ ഫേസ് കാണുമ്പോഴോ അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണ് കാണുമ്പോഴോ നമുക്ക് ഒരിക്കലും ഒരു ഗ്യാങ് ലീഡർ ലുക്ക് വരുന്നില്ല. എന്താണെന്നറിയില്ല. ബട്ട് ടൊവിനോ കറക്റ്റാണ്, ആപ്റ്റാണ്. പുള്ളിയുടെ കട്ടി മീശയും കണ്ണിലൂടെയാണ് പുള്ളി ഫുൾ കാര്യങ്ങളും ചെയ്യുന്നത്. പുള്ളിക്കത് ചെയ്യാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും കോൺഫിഡൻസ് ആണുള്ളത്. പക്ഷെ ബേസിന് എങ്ങനെയായാലും ഇതൊരു പറ്റില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ദയവേത് പൊന്മാനിലെ റോളും ഇനി വരാൻ പോകുന്ന റോളുമായിട്ട് കമ്പയർ ചെയ്യരുത്. രണ്ടും രണ്ടാണ് സംഭവം. പൊന്മാനിൽ ഇപ്പോഴും നമ്മൾ പുള്ളിയോടൊപ്പം നിൽക്കാൻ കാരണം ആ ക്യാരക്ടറിന് ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണ്, ഒരു മൂല്യം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും പുള്ളിയോടൊപ്പം നമ്മൾ നിൽക്കുന്നതും. ബട്ട് ഈ ഒരു ടീസറിൽ കാണിച്ച പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഓക്കെ, പുള്ളി ഒരു ഗ്യാങ് ലീഡർ ആണ് എങ്കിൽ അതൊരു തോൽവിയായിട്ട് മാറും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.